ഇന്ന് രാവിലെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ സുശാന്ത് നിലമ്പൂർ എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഒരു വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട്. ഇന്നലെ എന്തോ ആണ് അയാൾ ഇതുപോലെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ അയാളുടെ അടുത്തേക്ക് വരികയും അയാളുടെ സുഹൃത്തിന് ഒരു അപകടം പറ്റി. അപ്പോൾ അതുകൊണ്ട് ഒരു 1000 രൂപ കയ്യിൽ ക്യാഷ് ഇല്ല, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ അയാൾ ഒരു 1000 രൂപ കൊടുത്തു. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ ശ്രമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അക്കൗണ്ടിലേക്ക് പൈസ വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് വേറൊരു കൂട്ടുകാരൻ നമ്പർ കൊടുത്തു, അതിലേക്കും വരുന്നില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പൈസ ഇട്ട് തരാട്ടോ എന്ന് പറഞ്ഞു. ഇയാളത് വിശ്വസിച്ചു. മറ്റേ ചങ്ങാതി പോയി. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടാണ് പോയത്. നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നമ്പർ സ്വിച്ച് ഓഫ്, അതുപോലെ പൈസയും കൊടുക്കുന്നില്ല. അപ്പോൾ ഇയാൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലൊക്കെ ഇത് ആളുകൾ കുറച്ച് എന്താ പറയുക, ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. കാരണം ഞാൻ ഓർക്കാണ് ഇതുപോലൊരു അനുഭവം, രണ്ടനുഭവം എനിക്ക് രണ്ടും വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ്. ഏകദേശം ഒരു 10 വർഷം മുന്നേയൊക്കെ. അന്ന് ഇത്തരം ഗൂഗിൾ പേ ഒന്നും ഇല്ല. എനിക്കില്ല എന്തായാലും. അപ്പോൾ ഞാനവിടെ എന്താ പറയുക, വിശാഖപട്ടണത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു മലയാളി ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, മലയാളിയാണ്? ഞാൻ പറഞ്ഞു അത് മലയാളിയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഗുജറാത്തിൽ നിന്ന് വരികയാണ്, ഗുജറാത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഇവിടെ വെച്ചിട്ട് എൻ്റെ ബാഗ് ആരും അടിച്ചുകൊണ്ട് പോയി. ബാഗിലായിരുന്നു ടിക്കറ്റ്. എനിക്കിപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എൻ്റെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല, എനിക്കിവിടെ ഇറങ്ങേണ്ടി വന്നു. ഞാൻ പറഞ്ഞു ഓ ശരി. അപ്പോൾ എവിടെ വീട്? എൻ്റെ വീട് എറണാകുളത്താണ്, എനിക്ക് എറണാകുളത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്ലീപ്പറിലും എ സിയിലും രണ്ടിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, രണ്ടും കൺഫേം ആയി. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഈ ഓൺലൈൻ ഇത്ര മൊബൈലിൻ്റെ ഒരു സിസ്റ്റം കാലഘട്ടം അല്ല അന്ന് കേട്ടോ, അന്നത്തെ കാലഘട്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ 2 ടിക്കറ്റ് ഉണ്ട്, സ്ലീപ്പറിലുള്ള സീറ്റ് ചേട്ടൻ എടുത്തോ, ഞാൻ ഇത് തരാം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അല്ല അത് വേണ്ട, ഇതിൻ്റെ പുറകെയായിട്ട് കേരള എക്സ്പ്രസ് വരുന്നുണ്ട്, ഞാൻ അതേ പോയിക്കോളാം. ഞാൻ പറഞ്ഞു അത് ശരി. അപ്പോൾ എന്നാൽ പോയിക്കോ. അല്ല എനിക്കൊരു 250 ടിക്കറ്റ് എടുക്കാൻ തരുമോ? ഞാൻ പറഞ്ഞു കൊള്ളാലോ. ചേട്ടൻ എൻ്റെ കൂടെ ഈ ട്രെയിനിൽ കയറിക്കോ, ഞാൻ കേരളത്തിലേക്കല്ലേ, ഇതിനകത്ത് കയറിക്കോ. ഇതിനകത്ത് ചേട്ടന് സ്ലീപ്പർ ടിക്കറ്റ് ഞാൻ തരുന്നുണ്ട്, ചേട്ടൻ്റെ ഫുഡിൻ്റെ സമയത്ത് ഞാൻ വന്ന് ഫുഡും വാങ്ങിത്തരും. എറണാകുളത്തല്ല ഇറങ്ങണ്ടേ? അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല ഞാൻ കേരള എക്സ്പ്രസ്സിൽ പോകാനാണ്. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നാൽ പോയിക്കോ. അല്ല 200. ഞാൻ പറയും ഇത് കൊള്ളാം. പുള്ളി പറഞ്ഞു എൻ്റെ ഭാര്യ നാട്ടിലെ ടീച്ചറാണ്, ഞാൻ ഭയങ്കര ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്, ഇതാണ് എൻ്റെ സിസ്റ്റർ ഗുജറാത്തിലെ ടീച്ചറാണ്, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ പുള്ളിയുടെ കയ്യിലേക്ക് വെക്കുമ്പോഴത്തേക്കും യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം അദ്ദേഹം പച്ച കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ക്രിസ്തുവിനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് സത്യം ചെയ്യാൻ പറ്റുമോ? പുള്ളി ഉടനെ കള്ള സത്യം ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ സത്യം ചെയ്തൊക്കെ സമ്മതിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ പച്ച കുത്തിയിട്ടുള്ളൂ, നിങ്ങൾ വിശ്വാസിയല്ല. കാരണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ പറയുന്നത് 100% കളവാന്ന് എനിക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ ഇതായോ, ഞാനൊന്ന് വിളിച്ച് നാട്ടിലൊന്നും അറിയിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സാധനം നഷ്ടപ്പെട്ടു എന്നല്ലേ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ കയറി വരാതെ കേരള എക്സ്പ്രസ്സിലാണ് വരുന്നതെന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മേളിൽ നല്ല സംശയമുണ്ട്. നിങ്ങളെല്ലാം ചിലവെടുക്കാൻ ടിക്കറ്റ് തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ട്രെയിനിൽ വരാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്ന് സംസാരിച്ച് നോക്കട്ടെ, നിങ്ങൾ ഇതിങ്ങനെ ജെനുവിൻ ആണോ എന്ന് അറിയണ്ടേ. പറയുമ്പോഴത്തേക്കും പുള്ളി എന്നാൽ നിങ്ങളുടെ പൈസ വേണ്ട, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി സ്കൂട്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വേറൊരു ചങ്ങാതി നിന്നിട്ട് മലയാളിയാണോ? ഞാൻ പറഞ്ഞു മലയാളിയാണ്. അപ്പോൾ പുള്ളിയും ഇത് തന്നെ ഭാണ്ഡക്കെട്ട് അഴിച്ചു, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനെല്ലാം കഴിച്ചു. അയ്യോ ചേട്ടൻ ഏത് ട്രെയിനിലാണോ? ഞാൻ ഈ ട്രെയിനിലാണ് വന്നത് മോനെ എന്ന് പറയണം. ഓ ഈ ട്രെയിനിൽ വന്ന ഏത് കോച്ചിലായിരുന്നു ചേട്ടാ? എപ്പോഴാണ് ചേട്ടൻ്റെ ഇതൊക്കെ നഷ്ടപ്പെട്ടത്? ഞാൻ ഇവിടെ വരുമ്പോൾ ഒന്ന് മയങ്ങിപ്പോയിരുന്നു. ഇവിടെ വരുമ്പോൾ ഞാൻ വിശാഖപട്ടണത്ത് വരുമ്പോൾ എഴുന്നേക്കുന്നത് ഞാൻ S9 32 നമ്പർ സീറ്റായിരുന്നു. എനിക്കിപ്പോഴും സീറ്റ് നമ്പർ ഓർമ്മയാണ്. ഞാൻ പറഞ്ഞു ഓ ഇവിടെ കഷ്ടമായിപ്പോയി. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് S9 32ലേക്ക് പോകാം. അതിനാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പാം ചേട്ടൻ്റെ സാധനം അവിടെ എവിടെയാണെന്ന് നോക്കാമല്ലോ. അല്ല നഷ്ടപ്പെട്ടു, ഞാൻ മൊത്തം നോക്കിയല്ലോ. ഞാൻ പറഞ്ഞു ശരി, അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാർക്ക് ചേട്ടൻ അറിയായിരിക്കുമല്ലോ, അവർ മുന്നേ തൊട്ട് യാത്ര ചെയ്ത് വരുന്നതല്ലേ അല്ലേ, ചേട്ടൻ അറിയായിരിക്കും, നമുക്കൊന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ കൈ പിടിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു. അപ്പോഴത്തേക്കും പുള്ളി അത് പറ്റില്ല വിട് എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞു വാ ചേട്ടാ ഞാൻ നോക്കട്ടെ എന്ന് പറയണം. വിട് 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 എന്ന് പറയണം പുള്ളി. ഞാൻ പറഞ്ഞു ചേട്ടൻ വാ എൻ്റെ കൂടെ വാ, ഞാൻ ചേട്ടൻ്റെ ചിലവുകളെല്ലാം നോക്കണം, ചേട്ടൻ സീറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്നെ പ്രശ്നം വരുവാണെങ്കിൽ ചെക്കിങ് കഴിഞ്ഞ പിന്നെ രണ്ടാമത് സീറ്റ് ടിക്കറ്റ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ വാ എന്ന് പറഞ്ഞ് ബലമായിട്ട് പിടിച്ചപ്പോഴത്തേക്കും പുള്ളി കൊടുത്തു വാ ഓ എന്ന് പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കി. ഞാൻ അതിൽ കൂടുതൽ ഒച്ചയ്ക്ക് ബഹളം തെലുങ്കന്മാർ, എനിക്ക് തെലുങ്ക് അറിയാൻ അയാൾ എന്തൊക്കെയോ വെച്ചുണ്ടാക്കി, ഞാനും എന്തൊക്കെയോ വെച്ചുണ്ടാക്കി. ആളുകളൊക്കെ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് തന്നെ അറിയാൻ ഞാൻ നിന്നെ വലിച്ച് ഇടിച്ച് പിഴിഞ്ഞ് ഞാൻ ചെന്നൈക്ക് കൊണ്ടുപോകും. എന്തിനാ ചെന്നൈ കൊണ്ടുവന്ന് എനിക്ക് തന്നെ അറിയാൻ. ഞാൻ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന ആളെയല്ല ഞാൻ. അപ്പോൾ പുള്ളി എന്നോട് എനിക്ക് അബദ്ധം പറ്റി, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നീ വേറെന്തോ കൂട്ടത്തിൽ പെട്ടതാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് സത്യത്തിൽ അയാൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കഥ. പക്ഷേ എന്നോട് അസൂയുള്ള ചില ആൾക്കാർ പറഞ്ഞാൽ ഞാൻ അയാളെ മുഴുവൻ ചെക്ക് ചെയ്തു, ബാഗിലൊന്നും ഒരു പൈസ കിട്ടില്ല. പക്ഷേ ഇയാൾ ഈ കൈ ഇങ്ങനെ മടക്കി വയ്ക്കുമല്ലോ, അങ്ങനെ ഈ കൈ മടക്കി വെച്ച മടക്കിൽ നിന്ന് ഞാൻ അത് നിവർത്തി കഴിഞ്ഞാൽ ഒരു 100 രൂപ കിട്ടി. ഞാൻ ആ 100 രൂപ എടുത്തുകൊണ്ട് പോകുന്നതെന്നൊക്കെയാണ് അസൂയക്കാർ പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. അയാൾ എന്നിട്ട് പുറകെ വന്നൊന്നും ചായ പിടിക്കാനുള്ള കാശിനും താളാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓർഡറാന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ എല്ലാ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ ശരിക്കും ആളുകളെ എന്ന് പറഞ്ഞാൽ ജെനുവിനാന്ന് കണ്ട് സഹായിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ
നമുക്ക് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു നന്മയുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറ്റിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു വിഷയമൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് സ്വയം മനസ്സാക്ഷി നമ്മളോട് പറയും, 1000 രൂപയല്ലേ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ കുഴപ്പമില്ലാന്ന് കരുതിയിട്ട്. 1000 രൂപ പോട്ടെന്ന് വയ്ക്കാം, സാരമില്ല. പക്ഷെ വലിയ വലിയ തുകകളൊക്കെ പറ്റിക്കാനായിട്ട് വലിയ ആ, വലിയ സംഘങ്ങൾ തന്നെ ഇതിൻ്റെയൊക്കെ പുറകിലുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ആ, നമ്മുടെ രൂപസാദൃശ്യവും സൗണ്ടും ഉപയോഗിച്ച് വേറെ ആളോട് പൈസ ഇപ്പോൾ ഫേക്ക് പ്രൊഫൈലുകൾ ഉപയോഗിച്ച് ചോദിക്കുന്നുണ്ട്. അതിലും പൈസ കൊടുത്ത ആൾക്കാരുണ്ട്. നേരിട്ട് കണ്ടാൽ മിണ്ടില്ലാത്തവരാണെങ്കിലും ഫേക്ക് പ്രൊഫൈലിലൂടെ പൈസ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അവനെൻ്റെ പൈസ വെച്ചല്ലോ, ഇനി ഞാൻ കൊടുത്തില്ല അവനെന്ന് വിചാരിക്കുന്ന എഴുതിയിട്ടായിരിക്കും പൈസ അയച്ചു കൊടുത്ത് പൈസ നഷ്ടപ്പെട്ട ജനങ്ങൾ വരെയുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകും.